ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിടിവിട്ടിട്ടുള്ള ഒരു പണിയും നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചാരം അല്ലെങ്കിൽ ഇതൊക്കെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഈ പോസ്റ്റിൽ ഇത്തരത്തിൽ എമ്പുരാൻ സിനിമയെ പറ്റി വീണ്ടും വീണ്ടും പരാമർശിച്ചുകൊണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി അടിച്ച് കസറി വിടുകയാണ്. പൃഥ്വിരാജിന് പോലും ഇല്ലാത്ത സങ്കടമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. എനിക്ക് തോന്നുന്നു എമ്പുരാനും തമ്പുരാനും കൂടി നിർമ്മിച്ച ഒരു സിനിമയാണോ ഇതെന്ന് പോലും സംശയം തോന്നിപ്പോകുന്നത്. എമ്പുരാനെ കുറിച്ച് ഈ തമ്പുരാൻ, കേരളത്തിൻ്റെ തമ്പുരാനാണല്ലോ അദ്ദേഹം, കൈകൂപ്പി തൊഴേണ്ട തമ്പുരാൻ, പണ്ടത്തെ ഈ മാടമ്പി വ്യവസ്ഥതയുടെ അപ്പുറത്തിരിക്കുന്ന മുകളിലിരിക്കുന്ന മുകൾത്തട്ടിൽ ഇരിക്കുന്ന സൂര്യൻ ആണല്ലോ അദ്ദേഹം, ആ കാരണഭൂതൻ, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആദരങ്ങളും ബഹുമതികളുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ എമ്പുരാൻ സിനിമയെക്കുറിച്ച് വല്ലാത്ത നൊമ്പരമാണ്. നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം രാപ്പകലിട്ട് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളീയ ജനസമൂഹത്തിൻ്റെ മുകളിലെ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി, ഇത് കോട്ടയത്തെത്തി എമ്പുരാൻ. 4-3-7 പേരാണ് കാണാനുള്ളത് ഷോയ്ക്ക്. അതായിരിക്കും ഇത്രയും വല്ലാത്ത നൊമ്പരം ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ മനസ്സിലെ വിഭജിതമായിട്ടുള്ള ഇന്ത്യയുടെ മനസ്സിൽ വല്ലാത്ത നൊമ്പരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആരുടെയോ സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച എംബോക്കിത്തരമെന്ന് ഞാനല്ല പറയുന്നത്, മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ, വിവരമില്ലാത്തവരാണവരെന്ന് ആർക്കും പറയാൻ പറ്റില്ല, കാരണം IPS കിട്ടിയ വ്യക്തിയാണ്, പോലും പറഞ്ഞ് ഈ വൃത്തികെട്ട സിനിമയ്ക്ക് വേണ്ടി വീണ്ടും പങ്കായം പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി. അതിൻ്റെ സൂക്കേട് എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ തന്നെ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതും കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരിക. അവിടെയെല്ലാം അദ്ദേഹം കേരളത്തിലെ 30% വരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗം അവരുടെ മാസമായിട്ടുള്ള വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ചൂണ്ടയിടയിൽ നടത്തുകയാണ്. ആ ചൂണ്ടയിടയിലെ ഭാഗമാണ് ആവിഷ്കാരത്തെക്കുറിച്ച് വല്ലാത്ത നൊമ്പരം. കേരളം അതിലും ഗുരുതരമായിട്ടുള്ള എത്രയോ പ്രശ്നങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അല്ല, മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ പോർവിളി നടത്തുകയാണ് പൊതുസദസ്സുകളിൽ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പിണറായി വിജയനോട് ഉണ്ടല്ലോ കത്തിത്തിളങ്ങി നിൽക്കുന്ന സൂര്യനെ പോലെ കിസ കുർസിക്ക, ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ചേർന്ന് നിരോധിച്ചപ്പോൾ പിണറായി വിജയൻ ഈ ആവേശം ഉണ്ടായിരുന്നു? നിങ്ങളുടെ പാർട്ടിക്ക് ഈ ആവേശം ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു വിഭാഗമായുള്ള CPIയുടെ നിലപാടെന്തായിരുന്നു അന്ന് കിസ കുർസിക്കയുടെ സമയത്ത്? അതുപോലെ തന്നെ ആനന്ദി എന്നുള്ള സിനിമ തൻ്റെ വ്യക്തിത്വത്തിനും കുടുംബജീവിതത്തിനും എതിരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി നിരോധിച്ചപ്പോൾ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നെഹ്റു മൂരാച്ചിയാണ്, ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപതിയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി നിങ്ങളുടെ ഒരു നേതാവ് പോലും, EMS നമ്പൂതിരിപ്പാട് പോലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ രേഖകൾ ചരിത്രത്തിലോ പത്രത്തിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനി പോട്ടെ, നിങ്ങൾക്ക് ഇതേ കേരളത്തിൽ തന്നെയാണല്ലോ എമ്പുരാൻ വന്ന, ഇതേ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെയാണല്ലോ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നത്. എന്തുമായിക്കോട്ടെ, അതിനകത്തൊരു ഫിഗർ വന്നു. ഇത് കഥയാണല്ലോ, നിങ്ങളും പറയുന്നത് ഇതൊരു കഥയാണ്, സിനിമയെ സിനിമയായി കാണണമെന്നാണല്ലോ ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് ഈ സിനിമയിൽ 33,000 എന്നൊരു ഫിഗർ കണ്ടിട്ട് അതിൻ്റെ വസ്തുതയാണല്ലോ, ഫാക്ട് ചെക്കിംഗ് ആണല്ലോ നിങ്ങൾ നടത്തിയത്. എന്തേ നിങ്ങൾക്കന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധോദയം ഉണ്ടായില്ല? പെട്ടെന്ന് ഇപ്പോൾ ഉദിച്ചു വന്ന ഒരു ബോധോദയം എമ്പുരാൻ കണ്ടിട്ട് BJPയുടെ വോട്ട് കുറയ്ക്കും എന്നുള്ള പ്രത്യാശയിൽ 30% വരുന്ന ന്യൂനപക്ഷങ്ങളെല്ലാം തങ്ങൾക്ക് വോട്ട് പോസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലേ നിങ്ങളുടെ ഈ കപട നാടകങ്ങൾ? ഇനി പോട്ടെ, പുഴ മുതൽ പുഴ വരെ മാപ്പിള ലഹളയുടെ യഥാർത്ഥമായിട്ടുള്ള ചിത്രം കേരളീയ സമൂഹത്തിന് നേരെ ആ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ പിടയ്ക്കുന്ന ചങ്കോടുകൂടി കാണിച്ചു കൊടുത്തപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ വാദങ്ങളൊക്കെ? എവിടെ പോയി? അപ്പോൾ ഇത് കപട നാടകമാണ്, കാപഠ്യമാണ്. കേരളീയ സമൂഹവും അരിയാഹാരം കഴിക്കുന്നവരും തീർച്ചയായിട്ടും ഈ കാപട്യം തിരിച്ചറിയുന്നുണ്ട് എന്ന് CPM മനസ്സിലാക്കേണ്ടത്. ഇതിലെ മികച്ച നടി ഉർവശിക്കും അവാർഡ് കിട്ടിയിരുന്നു.
മികച്ച നടിയായി ഉർവശിയെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ അത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഉള്ളൊഴുക്കിനെ പറ്റിയോ മറ്റുള്ള സിനിമകളെ പറ്റിയോ ആടുജീവിതത്തിനാണ് പൃഥ്വിരാജിന് അവാർഡ് കിട്ടിയത്. ആടുജീവിതത്തെ പറ്റിയോ ഒരു വരി പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ രാഷ്ട്രീയമുണ്ട്. ആടുജീവിതം എവിടെ നടക്കുന്നതാണ്? അറേബ്യയിൽ നടക്കുന്നതാണ്. ആടുജീവിതത്തിൽ ഈ ആടുജീവിതം നയിക്കുന്ന നജീബിൻ്റെ മുതലാളി ആരാണ്? അറബിയാണ്. കാട്ടറബി എന്ന് നമ്മൾ പറയുന്ന അറബി വളരെ ക്രൂരനാണ്. ആ ക്രൂരതയാണ് അതിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണെന്ന് പറയുന്നത്. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ന്യൂനപക്ഷത്തെ വേദനിപ്പിച്ചെങ്കിൽ അത് തനിക്ക് വോട്ടായിട്ട് വരികയില്ല എന്നുള്ളൊരു ഭീതി കൊണ്ടാണ് ഈ അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അതിൻ്റെ മേന്മയെപ്പറ്റിയോ അത് ജനങ്ങളുടെ മുമ്പിൽ ഇതൾ വിടർത്തുന്ന ഗൾഫ് മണലാരണ്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ പൊള്ളുന്ന സത്യങ്ങളെക്കുറിച്ചോ അദ്ദേഹം പറയാം. അതിനു മുമ്പ് മറ്റൊരു സിനിമയുണ്ടായി ഗദാമ. അതും പറയുന്നത് യാഥാർത്ഥ്യമാണത്. പക്ഷേ അതിനെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ? എന്തെങ്കിലും ഒരു വിശകലനം അദ്ദേഹം നടത്തിയോ? മിണ്ടിയോ? അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾ തന്നെ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ പൊള്ളുന്ന സത്യങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പൊള്ളുന്ന സത്യമായിരിക്കാം എമ്പുരാനിലും. ആ പൊള്ളുന്ന സത്യം BJPക്ക് ദോഷം ചെയ്യും, തങ്ങൾക്ക് ഗുണം ചെയ്യും. ന്യൂനപക്ഷങ്ങളിലെ ഒരു ചെലവുമില്ലാതെ ഓസിന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങളിലേക്ക് വരും, അവരുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കും. ഇതിനു മുമ്പ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സിനിമയും മാത്രമേ, അതും അവാർഡിൽ പോലും ഇല്ലാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഇത് നമ്മൾ ഏത് വായിക്കുന്ന പച്ച മലയാളിക്ക് മനസ്സിലാവും എമ്പുരാനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നുള്ളത്. ആ സിനിമയായിട്ട് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ സിനിമയെ പറ്റിയോ അദ്ദേഹത്തിന് പറയാതെ ഈ പറഞ്ഞ രീതിയിൽ ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലൂടെ തന്നെ അദ്ദേഹം വളച്ചൊടിച്ച് വീണ്ടും വ്രണപ്പെടുത്തുകയാണ് ചെയ്തത്. മാത്രമല്ല ഇതിൽ ഉർവശിയെ പറ്റിയോ അല്ലെങ്കിൽ ആടുജീവിതത്തിലെ നിർമ്മാതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഡയറക്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഒരു സിനിമയെ പറ്റി ഒരു വാക്ക് അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ കുറിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇതാണ്. പക്ഷെ അതിനോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, സിനിമ കേവലം കച്ചവടം മാത്രമല്ല. അപ്പൊ കച്ചവടമാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. കച്ചവടം മാത്രമല്ല, ഒരു ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രതിനിധാനവും രാഷ്ട്രീയ വിമർശനത്തിനുള്ള ഒരു ഉപാധി കൂടിയാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കലാപങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഉപാധിയാണോ സിനിമ? അങ്ങനെയുള്ള സിനിമകൾക്കാണോ അവാർഡ് നൽകേണ്ടുന്നത്? അതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കലാപഭൂമിയാക്കി ഇന്ത്യയെ മാറ്റിക്കൊണ്ട് അങ്ങനെ BJPയെ ഇല്ലാതാക്കാം എന്നുള്ള BJPക്ക് ബ്ലീഡ് ചെയ്യുക. ഇപ്പോൾ രണ്ടു കൂട്ടർക്കാണിപ്പോൾ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം വിജൃംഭിതമായിട്ട് നിൽക്കുന്നത്. ഒന്ന് ഭീകരന്മാർക്ക്, രണ്ടാമത് ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക്. എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് കുട്ടിച്ചോറാക്കി അല്ലെങ്കിൽ ഒരു കലാപഭൂമിയാക്കിക്കൊണ്ട് അരാജകത്വം വിതറിക്കൊണ്ട് മോദിയുടെ ആ പ്രഭാവം ഒന്ന് ലഘൂകരിക്കാം എന്നുള്ള ഒരു വിചാരമുള്ള രണ്ട് കൂട്ടരേ ഉള്ളൂ. അവർ രണ്ടുമാണിത്. ദേശസ്നേഹികളായ ആരും ഇതിൽ പങ്കാളികളാവുകയും ഇങ്ങനെ ഒരു സിനിമയെ പ്രോത്സാഹിപ്പിക്കുകയില്ല ഒരിക്കലും. വിഭജിതമായ മനസ്സുകളിലേക്ക് വീണ്ടും വിഭജനത്തിൻ്റെ ആ ആളിക്കത്തുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കുക എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിങ് അതൊരിക്കലും പാടില്ലാത്ത ഒന്നാണ്. അതിനെ പുകഴ്ത്തുന്നവരുടെ മനോനില പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് തന്നെ പറയാം, രണ്ട് കാര്യങ്ങൾ വിട്ടുപോയി നമ്മൾ. പഞ്ചാബ് കേസരി എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഓഫീസിലേക്ക് കടന്നു ചെന്നു ഭീകരന്മാർ ആ പത്രസ്ഥാപനം മുഴുവൻ തകർക്കുക മാത്രമല്ല അതിൻ്റെ എഡിറ്ററെ കഴുത്ത് വെട്ടിക്കൊല്ലുകയുണ്ടായി. എവിടെയായിരുന്നു? പിണറായി വിജയനോ CPM ഒരക്ഷരം പറഞ്ഞോ ഒന്ന്. അതുപോലെ തന്നെ ഡെക്കാൻ ഹെറാൾഡ് എന്നുള്ള പത്രത്തിൽ കാർട്ടൂൺ വന്നതിൻ്റെ പേരിൽ, ആ കാർട്ടൂണിൽ പ്രവാചകനെ ചിത്രീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്ന 4 പേരെയാണ് എഡിറ്റോറിയൽ ബോർഡ് ഓഫീസിലേക്ക് കയറി ചെന്ന് കൊന്നത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വധമല്ലേ, വധശിക്ഷ ഗില്ലറ്റിനിങ് അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. ഷാജി N കരുൺ അതുപോലെ KP കുമാരൻ ഇവർ രണ്ടും ചിത്രം ചെയ്തിരുന്നു. സംസ്ഥാന അവാർഡിനുള്ള ചിത്രം പരിഗണിച്ചപ്പോൾ ഷാജി N കരുണിന് ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ്. ഡാനിയൽ അവാർഡ്, KC ഡാനിയൽ അവാർഡ് കിട്ടിയെന്നും പറഞ്ഞ് ഇപ്പോൾ പിടിച്ചു കൂടെ നിർത്തിയിരിക്കുക. ആ ഷാജി N കരുണിന് അവാർഡ് നിഷേധിക്കപ്പെട്ടു. കാരണം എന്താണ്? KP കുമാരൻ്റെ ചിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. ഇവർ തമ്മിൽ മത്സരം വന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഷാജി N കരുൺ വലിയ
വിഷമത്തിലായ ഒരു ഘട്ടം സൃഷ്ടിച്ച ആൾക്കാർ തന്നെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. കമ്മ്യൂണിസത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു, ഒരു സാമൂഹിക സന്ദേശം ഉണ്ടെന്നായിരുന്നു അന്ന് ജൂറി പറയുന്നത് പോലെ പിണറായി വിജയൻ ഇങ്ങനെ ഘോരഘോരമായിട്ട് പറയുന്നുണ്ടെങ്കിലും പൃഥ്വിരാജ് തന്റെ ആടുജീവിതം എന്ന സിനിമയെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ചടങ്ങിനിടയിൽ. അദ്ദേഹം നിർമ്മിച്ച ഇമ്പുരാനെ പറ്റി ഒരു അക്ഷരം പോലും ഇണ്ടാതെ മാധ്യമങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് അതിലെ അതിശയോക്തി. ഈ പറഞ്ഞ ഉർവശി ഉൾപ്പെടെയുള്ള ഒരു മാധ്യമങ്ങളെ കാണാനോ സാധാരണ ഈ ഒരു ചലച്ചിത്ര പുരസ്കാരം ഇവര് സ്വയം നേടിയെടുക്കുന്നതല്ലോ, അതിൽ ജനങ്ങളുടെ വലിയൊരു പങ്കുണ്ട് അല്ലേ. ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നിന്നുള്ള പോക്കറ്റിൽ നിന്നുള്ള കാശ് കൊടുത്ത് സിനിമ കണ്ട് അതിന്റെ വിലയിരുത്തലിലാണല്ലോ ഈ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓരോന്നും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അവർ ഈ ഒരു സ്റ്റാർ കിങ്ഡം അല്ലെങ്കിൽ സ്റ്റാർ പദവിയിലേക്ക് അവർ നയിക്കുന്നത്. അപ്പൊ ഇവര് മാധ്യമങ്ങൾ അല്ലെങ്കിൽ നന്ദി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്ദി, അല്ലെങ്കിൽ ഈ ഒരു തന്ന എല്ലാവർക്കും നന്ദി എന്ന് മാധ്യമങ്ങളിലൂടെ അവരൊരു ഇത് അറിയിക്കുകയോ, ഉർവശി ഉൾപ്പെടെയുള്ളത് ഞാൻ കണ്ടില്ല, ഇനി അല്ലാതെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പോലും ചെയ്യാതെ ഇല്ല പൃഥ്വിരാജ് ഇല്ല മോളിൽ നിന്ന് എയറിലായിരുന്നല്ലോ കുറച്ച് നാള്, എയറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അന്ന് താഴ്ന്ന് മറ്റേ അവാർഡ് വാങ്ങിച്ച് ഒരു പോക്കങ്ങ് പോവുകയാണ് ചെയ്തത്. ഒപ്പം എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിലോ അല്ലെ ജനങ്ങളുടെ മുമ്പിലോ അദ്ദേഹത്തിന് നിവർന്നു നിൽക്കാൻ പറ്റാതെ ഇദ്ദേഹത്തിന്റെ ഈ ഒഴിഞ്ഞുപോക്ക്, ഇദ്ദേഹത്തിന്റെ പോക്ക് ഇദ്ദേഹം നിലത്ത് തന്നെ വരത്തില്ലേ, വീണ്ടും വരേണ്ടി വരും. ഇപ്പോൾ ഇത് തന്ത്രപരമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം സാധിച്ചു, മോഹൻലാലിനെയും അതുപോലെ മറ്റു നടന്മാരെയും മമ്മൂട്ടിയുടെ മകനെയും ഒക്കെ ഒതുക്കിക്കൊണ്ട് തനിക്ക് ഇവിടുത്തെ തമ്പുരാനായി മാറണമെന്ന് ആഗ്രഹം നടന്നിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ഒരു തുക, വൻ തുക 200 കോടി എന്നാണല്ലോ പറയുന്നത്, അത് കിട്ടി പക്ഷേ അത് മാത്രമല്ല സാർ, അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കി ഇപ്പോഴും എമ്പുരാന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ കൂടി പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ തനിക്ക് കിട്ടിയ ഈ ഒരു ചലച്ചിത്ര പുരസ്കാരം ഇത് ജനങ്ങൾ നേടിക്കൊടുത്തതാണ്. അതിനൊരു നന്ദി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പോലും, മല്ലിക ചേച്ചി എന്ന് പറയുന്ന സ്വന്തം അമ്മ പോലും, അവരൊക്കെ ഇത്രയും വർഷങ്ങളുടെ സിനിമയിൽ നിൽക്കുന്നത്, ഈ സിനിമയാണ് അവരുടെ അന്നം, ഈ ജനങ്ങളാണ് അവരെ ഇത്തരത്തിലാക്കിയത്, അതിനൊരു നന്ദി വാക്കുപോലും ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ച് ഇതുവരെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതിശയോക്തി. അദ്ദേഹത്തിൻ്റെ തനിക്കോണം കാണിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പിന്നെ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വയം കൃതാനർത്ഥം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇവിടെ ഗവൺമെൻറ് സെൻസറിങ് നടത്തിയിട്ടില്ല, സെൻസർ ബോർഡ് സെൻസറിങ് നടത്തിയിട്ടില്ല, ആരും നിരോധിച്ചിട്ടില്ല. ആനന്ദി സിനിമ നിരോധിച്ചതുപോലെയോ അല്ലെങ്കിൽ കിസാ കുർസിക്ക നിരോധിച്ചതുപോലെയോ. ഇവിടെ വന്ന നിരോധനം സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ ഒരു വിജൃംഭണം മാത്രമാണ് നടന്നിട്ടുള്ളത്. ആരുമല്ലാതെ BJP-ക്കാർ പോലും ചെയ്തിട്ടില്ല, തിയേറ്റർ നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ സോഷ്യൽ ബോയ്ക്കോട്ട് വരും എപ്പോൾ? നമ്മുടെ രാജ്യത്തിനും ദേശീയതയ്ക്കും നമ്മുടെ അഖണ്ഡതയ്ക്കുമെതിരെ ചിത്രങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവും. അതൊരു തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ല, ഒരു ജനതയുടെ സ്വത്വ ആവിഷ്കാരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.